യേശുനാഥനോടൊപ്പം കുരിശു ചുമക്കുവാനും വേദനിക്കുവാനും മനസ്സുള്ള ഏവർക്കും യേശുമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. തിരുസഭ മാതാവ് ഇന്ന് നമുക്ക് നൽകുന്ന വചനധ്യാനം യോഹന്നാന്റെ സുവിശേഷം 18-ാം അധ്യായം 1 മുതൽ 19 വരെയും 42 വാക്യങ്ങളാണ്. കർത്താവായ യേശുനാഥനെ യൂദാസ് സ്കറിയോത്ത ഒറ്റിക്കൊടുക്കുകയും തോട്ടത്തിൽ വച്ച് ബന്ധിച്ചുകൊണ്ട് പ്രധാന പുരോഹിതൻ്റെ അങ്കണത്തിലേക്ക് പോകുന്നതും പത്രോസ് ഗുരുവിനെ തള്ളിപ്പറയുന്നതുമാണ് സുവിശേഷം. കത്തോലിക്ക തിരുസഭ ഇന്ന് ദുഃഖവെള്ളിയാഴ്ച കൊണ്ടാടുന്നു. ഏവർക്കും ഈ ദിവസത്തിൻ്റെ അനുഗ്രഹവും പ്രാർത്ഥനയും നേരുന്നു. 4 ധ്യാന ചിന്തകളിലൂടെ ഈ കുരിശ് യാത്രയിൽ നമുക്ക് പങ്കുകാരാകാം. 1. ഏദൻ തോട്ടത്തിൻ്റെ മണമുള്ള തോട്ടം. ക്രിസ്തു കെദ്രോൺ അരുവിയിലൂടെ അക്കരയെത്തി. ഈ കെദ്രോൺ അരുവിയിലേക്കാണ് ജെറുസലേം ദേവാലയത്തിൽ ബലിയർപ്പിക്കപ്പെടുന്ന ആടുമാടുകളുടെ രക്തം ഒഴുകിയെത്തുന്നത്. പാപപരിഹാരത്തിൻ്റെയും ദൈവപ്രീതിയുടെയും ബലിരക്തം ഒഴുകുന്ന കെദ്രോൺ ക്രിസ്തു തൻ്റെ ശരീരവും രക്തവും വഴി വിശുദ്ധീകരിക്കുന്ന സർവമാനവരാശിയുടെ പാപത്തിനുള്ള പരിഹാരത്തിൻ്റെ പ്രതീകമായി നിലകൊള്ളുന്നു കെദ്രോൺ അരുവി. അതിലൂടെ കർത്താവ് കടന്നു ചെന്നത് ഒരു തോട്ടത്തിലേക്കാണ്. 1 രാജാക്കന്മാരുടെ പുസ്തകത്തിൽ ഇപ്രകാരം പറയും: പിതാമഹിയായ മാഖ അശേറയ്ക്ക് മ്ലേച്ഛ വിഗ്രഹം നിർമ്മിച്ചതിനാൽ അവൻ അവളെ അമ്മറാണിയുടെ പദവിയിൽ നിന്ന് നീക്കി വിഗ്രഹം തകർത്ത് കെദ്രോൺ അരുവിയിൽ ദഹിപ്പിച്ചു എന്ന്. മനുഷ്യപാപത്തിൻ്റെ സൂചനയെന്നോണം ബലിരക്തം ഒഴുകുന്ന കെദ്രോൺ കടന്ന് കർത്താവ് കയറി ചെന്നത് ഏദൻ തോട്ടത്തിൽ എന്നതുപോലെ ഒരു തോട്ടത്തിലാണ്. കർത്താവ് ആ തോട്ടത്തിലേക്ക് കടക്കുന്നത് അവിടെ നിന്നുമാണ്. കർത്താവിനെ അവർ ബന്ധിച്ച് കൊണ്ടുപോകുന്നത് ആ തോട്ടത്തിൽ നിന്നുമാണ്. മനുഷ്യനെ പിശാച് തിന്മേൽ ബന്ധിക്കുന്നത് ഏദൻ തോട്ടത്തിൽ വച്ചാണെങ്കിൽ ക്രിസ്തുവിനെ മനുഷ്യതിന്മയുടെ കാരണത്താൽ കെദ്രോണിലെ തോട്ടത്തിൽ വച്ച് ബന്ധിച്ചാണ് ഗാഗുൽത്തായിലേക്ക് കൊണ്ടുപോകുന്നത്. കാരണം യോഹന്നാൻ ഇതിനെ ഗത്സമനി എന്ന് വിളിച്ചില്ല. അതിന് കാരണം ഇതാകുമോ? 2. യേശു യൂദാസിനോടും സൈനികരുടെ സംഘത്തോടും സംസാരിക്കുന്നു. സംഭവിക്കുവാനിരിക്കുന്നതെല്ലാം അറിഞ്ഞ യേശു അവരോട് ചോദിക്കുന്നു, നിങ്ങൾ ആരെ അന്വേഷിക്കുന്നു? അവർ യേശുവിനെ അന്വേഷിക്കുമ്പോൾ യേശുവും അന്വേഷിച്ചു താൻ ഏൽക്കുവാൻ പോകുന്ന കുരിശിനെ. അതിനാൽ തന്നെ ക്രിസ്തു അന്വേഷിക്കുന്ന കുരിശിനായുള്ള ചോദ്യമായിരുന്നു കർത്താവ് അവരോട് ചോദിച്ചത്. നിങ്ങൾ ആരെ അന്വേഷിക്കുന്നു? അവർ പറഞ്ഞു, നസറയനായ യേശുവിനെ. യേശു പറഞ്ഞു, ഞാനാകുന്നു. ഈഗോ എയ്മി എന്നാണ് കർത്താവ് ഗ്രീക്ക് ഭാഷയിൽ പറയുന്നത്. ഞാൻ ആകുന്നവനാകുന്നു എന്ന പഴയ നിയമത്തിലെ യഹോവയുടെ നാമത്തിന് തുല്യമാണത്. ഐ എക്സിസ്റ്റ് എന്നാണ് അർത്ഥം. യേശുവിൽ പിതാവായ ദൈവത്തിൻ്റെ സമ്പൂർണ്ണ സാന്നിധ്യത്തിൻ്റെ സാക്ഷ്യമാണ് കർത്താവ് അതുകൊണ്ട് ആ പേരിൻ്റെ ഏറ്റുപറച്ചിൽ കൊണ്ട് അർത്ഥമാക്കിയത്. ക്രിസ്തു പറഞ്ഞ ഈ നാമത്തിൻ്റെ അർത്ഥം അതാണ്. അതിനാലാണ് പടയാളികൾ ആ നാമം കേട്ട മാത്രയിൽ നിലം പതിക്കുന്നത്. 3. യേശു സ്വയം ദാനം നൽകി അവർക്ക് തന്നെ വിട്ടുകൊടുക്കുന്നു. നിങ്ങൾ എന്നെയാണ് അന്വേഷിക്കുന്നതെങ്കിൽ ഇവർ പോയിക്കൊള്ളട്ടെ. ക്രിസ്തു കുരിശേൽക്കുന്നത് നമ്മെ ശിക്ഷയിൽ നിന്നും മോചിപ്പിക്കാനാണെന്നതിൻ്റെ വലിയ സാക്ഷ്യമായിരുന്നു അത്. എല്ലാത്തിലും കൂടി എല്ലാ കാര്യങ്ങളിലും കൂടെ കൊണ്ടു നടന്ന തൻ്റെ പ്രിയപ്പെട്ട ശിഷ്യന്മാരെ ക്രിസ്തുനാഥൻ ഈ സഹനത്തിൻ്റെ നേരങ്ങളിൽ തൻ്റെ കൂടെ കൊണ്ടുപോകുവാൻ ആഗ്രഹിക്കുന്നില്ല. അവരെ കർത്താവ് പോകുവാൻ അനുവദിക്കുകയാണ്. സ്വയം ഒറ്റപ്പെടുവാൻ വേണ്ടി മനസ്സാകുന്ന ക്രിസ്തു ഈ സഹനത്തെ കുരിശിനെ ഒറ്റയ്ക്ക് ഏൽക്കുവാൻ ആഗ്രഹിക്കുകയാണ്. യോഹന്നാന്റെ 17-ാം അധ്യായത്തിൽ കർത്താവ് പറയും, നീ എനിക്ക് തന്ന ആരെയും ഞാൻ നഷ്ടപ്പെടുത്തിയിട്ടില്ല എന്ന വചനത്തിൻ്റെ സാക്ഷാത്കാരമെന്നോണം കർത്താവ് പിന്നീട് പറയും,
നാശത്തിൻ്റെ പുത്രനല്ലാതെ ആരും നഷ്ടപ്പെട്ടിട്ടില്ല എന്ന്. നാലാമതായി പത്രോസിൻ്റെ 2 മുഖങ്ങൾ. പത്രോസ് വാളൂരി പ്രധാന പുരോഹിതൻ്റെ ഭൃത്യൻ്റെ ചെവി ഛേദിച്ച് കളയുന്നു. യേശു പറഞ്ഞു, വാള് ഉറയിലിടുക. പിതാവ് എനിക്ക് തന്ന പാനപാത്രം ഞാൻ കൊടുക്കേണ്ടയോ? മൽക്കസ് എന്ന ആ ഭൃത്യൻ അപ്പോൾ ക്രിസ്തുവിൻ്റെ കരുണയ്ക്ക് പാത്രമാകുന്നു. പിന്നീട് അവൻ ക്രിസ്ത്യാനിയായി മാറി എന്ന് പറയപ്പെടുന്നുണ്ട്. പത്രോസ് കർത്താവിനെ തള്ളിപ്പറയുന്നു. പത്രോസിൻ്റെ 2-ാം മുഖം. വാതിൽ വേലക്കാരിയോട് യേശുവിനെ തള്ളിപ്പറയുന്നു, ഞാൻ അല്ല എന്ന്. തീ കാഞ്ഞുകൊണ്ട് നിൽക്കുമ്പോഴും അവിടെയും പത്രോസ് യേശുവിനെ തള്ളിപ്പറയുന്നു, അത് ഞാൻ അല്ല. പത്രോസ് ചെവി ഛേദിച്ചവൻ്റെ ചാർച്ചക്കാരൻ അവനെ തിരിച്ചറിഞ്ഞപ്പോൾ ചോദിച്ചു, നീയും അവനോടുകൂടി തോട്ടത്തിലുണ്ടായിരുന്നല്ലോ? പത്രോസ് അവിടെയും തള്ളിപ്പറയുന്നു. ഒടുവിൽ കോഴി കൂവുന്നു. ക്രിസ്തുവിൻ്റെ സമ്പൂർണ്ണ തിരസ്കരണമായി പത്രോസിൻ്റെ 3 തവണയുള്ള തള്ളിപ്പറച്ചിൽ മാറുമ്പോൾ സമ്പൂർണമായും ഒറ്റപ്പെട്ട ക്രിസ്തു ഗാഗുൽത്തായിലേക്ക് നടന്നു തുടങ്ങുന്നു. പ്രിയമുള്ളവരെ, അറിഞ്ഞുമറിയാതെയും ക്രിസ്തുവിനെ തള്ളിപ്പറഞ്ഞു പോയ നമുക്ക് ക്രിസ്തുവിനോട് മാപ്പ് ചോദിച്ച് ഈ കുരിശ് യാത്രയിൽ അനുതാപത്തോടുകൂടി യാത്ര ചെയ്യാം. ദൈവം നമ്മെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. ആമേൻ. മൗനമായി രോദനം പെയ്തുവോ മേരിയിൽ, ദൂരെയാ കാൽവരി തേങ്ങിയോ മൂകമായി, മൗനമായി രോദനം പെയ്തുവോ മേരിയിൽ. പിതാവേ പിതാവേ പിടഞ്ഞോ നിൻ മനം, പിതാവേ പിതാവേ പിടഞ്ഞോ നിൻ മനം. മാർഗവും സങ്കടത്താൽ നീറിടും കനലുമൂടിയ ജീവിതം, നിന്റെ ചങ്കിലെ നോവുകൾ ഞാൻ തറച്ചോരാണികൾ, ഹൃത്തിലാഴ്ന്നോരാ ചവളമോ ഞാൻ ചൊരിഞ്ഞ നിന്ദകൾ. പിതാവേ പിതാവേ പിടഞ്ഞോ നിൻ മനം, പിതാവേ പിതാവേ പിടഞ്ഞോ നിൻ മനം. സഹന വഴിയിൽ ശൂന്യനായ നൊന്തു നീറി വീഴവേ, കഥനമേറും വേളയിൽ ഏകനായി മൗനിയായി
ശിരസിലെ മുൾമുടി എണ്ണമറ്റ എൻ പാപമോ നീ കുടിച്ചൊരാ കൈപ്പുനീർ എൻ്റെ ആത്മദുരാശയോ ദൂരയാ കാൽവരി തേങ്ങിയോ മൂകമാ മൗനമായി രോദനം പെയ്തുവോ മേരിയിൽ മോറിയാമാമലേ അബ്രഹാം നിന്നപോൽ അമ്മ തൻ നെഞ്ചിലോ ആഴ്ന്നൊരാവാൾമുന പിതാവേ